പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ആ ഒരു ഡേ വ്ളോഗാക്കി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറെ ഒന്നല്ല കേട്ടോ, ഇന്നൊരു പൊങ്കാല വ്ളോഗാണ്. നമ്മുടെ കാക്കനാട് പാട്ടുപുരയ്ക്കൽ ഉത്സവം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ നമുക്ക് മൊത്തം ഒരു വ്ളോഗാക്കാം. അപ്പോൾ എന്തായാലും 8:45 9 മണിയാകുമ്പോഴത്തേനാണ് പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് വെളുപ്പിനെ ഞാൻ എന്താ വന്ന് ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4:45 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ ദേ രാവിലെ ഒരു 8:45 9 മണിയായപ്പോഴേക്കും അമ്പലത്തിൽ തിരിച്ചെത്തി. പിന്നെ ഓരോ പണികൾ ചെയ്തു തുടങ്ങി കേട്ടോ. കലം വെച്ചു, ഗണപതിക്കുള്ള അവലും മലരൊക്കെ വെച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പൊങ്കാല ഇടണം. അതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടായില്ല. കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമായിരുന്നു പൊങ്കാല ഇടണമെന്ന്. പക്ഷേ ഇതുവരെ ഇടാത്ത കാരണം തന്നെ ഭയങ്കര ടെൻഷൻ. ഒറ്റയ്ക്ക് ചെയ്യണ കാരണം കുറേ അറിയാൻ പാടില്ല. അപ്പോൾ ഇത്രയും നാൾ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. പൊങ്കാല ഇടണം, നമ്മളിങ്ങനെ ഇട്ടിട്ടല്ലേ പഠിക്കണേ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. അപ്പോൾ 4 വർഷത്തിന് എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ് കേട്ടോ. നമ്മുടെ ഒരു 1.5 കിലോമീറ്ററൊക്കെ വ്യത്യാസമുള്ളൂ നമ്മുടെ പാട്ടുപുരയ്ക്കാവ് അമ്പലത്തിലേക്ക്. അപ്പോൾ അവിടെ ഉത്സവം ഇന്ന് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് ദിവസമായി ഇന്ന് മെയിനായിട്ടുള്ള കാര്യം പൊങ്കാലയായിരുന്നു. പോരാത്തിന് ഇന്ന് ഞായറാഴ്ചയും കൂടി ആയ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ജനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പൊങ്കാലയ്ക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൻറ്റിമാരൊക്കെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അപ്പോൾ അരിയൊക്കെ വേഗം തന്നെ തിളച്ചു, നല്ല പായസമൊക്കെ ആയി. അപ്പോൾ ഇന്ന് ആ ഒരു പൊങ്കാല ദിവസമാണ് ഞാൻ ഈ ഒരു വ്ലോഗിൽ കാണിക്കുന്നത്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം, അത് പൊങ്കാല ഇട്ടതിൻ്റെ സന്തോഷവും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു പ്രാർത്ഥനയിലായ കാരണം വെയിലൊന്നും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. അതേപോലെ പുക, പക്ഷെ അതൊക്കെ നമുക്ക് ലാസ്റ്റ് ആ ഒരു പായസം കഴിക്കുമ്പോൾ ഒരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഇടണവർക്കാണ് ആ ഒരു ഫീൽ അറിയുള്ളൂ. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം ഞാനിന്ന് സാധിച്ചു. അപ്പം നമ്മുടെ കാക്കനാട് ജംഗ്ഷനിൽ തന്നെയാണ് പാട്ടുപുരയ്ക്കാവ്. നമുക്ക് ഞായറാഴ്ച തുടങ്ങി വ്യാഴാഴ്ച വരെയാണ് ഉത്സവം ഉള്ളത്. അപ്പോൾ ഇന്ന് 1-ാം ദിവസമായിരുന്നു. വ്യാഴാഴ്ചയാണ് പൂരം. മേളവും ആനയൊക്കെ വ്യാഴാഴ്ച ഉണ്ടാവും. അപ്പോൾ പൊങ്കാലിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രായമായ അമ്മമാരുണ്ടായിരുന്നു. അതാണ് മെയിൻ കാര്യം. ഈ പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വെയിലും പുകയും ഒക്കെ ആണെങ്കിലും എല്ലാവരും നല്ല ഭക്തിയിൽ എല്ലാവരും പ്രാർത്ഥിച്ച് നന്നായിട്ട് നിന്നു. എല്ലാവർക്കും തന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ആംബുലൻസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടായില്ല. പിന്നെ വെയിലിൻ്റെ ബുദ്ധിമുട്ട് കാരണം ചൂടും വേർപ്പും എല്ലാം ഇപ്പോൾ ചിലർക്കൊക്കെ തല കറങ്ങി. പിന്നെ കസേരയും എല്ലാം ഒരു കമ്മിറ്റിക്കാർ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടുത്ത് ചേട്ടന്മാർ കുപ്പിവെള്ളം എപ്പോഴും കൊണ്ടുവന്ന് തന്നെ കാരണം നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇതേ പൊങ്കാലയൊക്കെ കാര്യം കറക്റ്റ് 9:15 ആയപ്പോഴേക്കും നമ്മുടെ മെയിൻ തിരിയുന്നത്, അതായത് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിരി കത്തിച്ച് കൊണ്ടുവന്ന് എല്ലാവരുടെയും അടുപ്പിൽ ആ തീ തന്നെ വെച്ച് കത്ത് പിടിപ്പിച്ച് തന്നു. അതിനുശേഷം നമ്മൾ 9:15 പൊങ്കാല തുടങ്ങിയിട്ട് ഒരു 11 11:15 ആയപ്പോഴേക്കും എല്ലാവരുടെയും പൊങ്കാല കഴിഞ്ഞു. അമ്പലത്തിൽ നിന്ന് നമുക്ക് പുണ്യാഹമൊക്കെ തളിച്ചു, നമുക്ക് പുഷ്പങ്ങളൊക്കെ തന്നു. നമ്മുടെ പൊങ്കാല അങ്ങനെയാണ് അവസാനിപ്പിക്കുക. നമ്മളുണ്ടാക്കിയ പായസം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല. എന്നെപ്പോലെ കുറേ നാളായിട്ട് പൊങ്കാല ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ അറിയില്ല, കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പൊങ്കാല ഇടുക. ഇത്രപ്പെടുത്ത് അറിയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല ധൈര്യമാവും. പിന്നെ നമ്മൾ എത്ര വലിയ പൊങ്കാലയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിടും. എനിക്കെന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ആഗ്രഹമായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് പോകാനുള്ള ആ ഒരു മടി, അല്ലെങ്കിൽ അറിയില്ല എന്താ ചെയ്യേണ്ട, ഒരു എത്തും പിടിയില്ല. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ നമ്മൾ പോയിക്കോളും. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല ഹാപ്പിയായി. ഇനി എത്ര പൊങ്കാല വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇട്ടോളാം, അല്ലെങ്കിൽ കൂട്ടില്ലെങ്കിലും ഞാൻ പോയിടും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. നമ്മൾ മടിച്ച് നിൽക്കാണ്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ, കാര്യം സിമ്പിളാണ്. അങ്ങനെ രാവിലത്തെ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഞാനും ഏട്ടനും കുഞ്ഞും കൂടി അമ്പലത്തിൽ പോകണം. അപ്പോൾ രാവിലെയും അവരുണ്ടായിരുന്നു, പക്ഷേ വെയിലാവണേക്കുമ്പോൾ തിരിച്ചു പോയായിരുന്നു, എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ തൊഴാൻ ചെന്നപ്പോൾ അവിടെ ചെണ്ടമേളവും അപ്പോൾ ആനയൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ ചെണ്ടമേളവും ആനേനെയൊക്കെ കണ്ടെന്ന്. കുഞ്ഞുചക്കൻ പിന്നെ ചെണ്ടയും ആനേനെയും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കടകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പാട്ടുപുരക്കാവ് സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ഇന്നാണല്ലോ പരിപാടി തുടങ്ങിയത്. പിന്നെ സ്റ്റേജിൽ അടിപൊളി പരിപാടിയായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ
സമയം ഇപ്പോൾ ഒരു 11:15 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ നമ്മൾ ഉത്സവത്തിൻ്റെ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകണം. നാളെയും അവധി ദിവസമാണ്, നമുക്ക് പെരുന്നാളായ കാരണം നാളെയും അവധിയുള്ള കാരണം നാളെയും ഫുൾ അമ്പലത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത, ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം, അതായത് പൊങ്കാല എനിക്ക് ഇടാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ്, കുറേ നാളത്തെ ആഗ്രഹമാണ് സാധിച്ചത്. അപ്പോൾ ഇനി നമുക്ക് 3-4 ദിവസം കൂടി ഉത്സവമുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അമ്പലങ്ങളിൽ ഓരോ പരിപാടി ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.